അപ്പോൾ ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ വേൾഡാണ് ഫോറസ്റ്റ് നമ്മൾ എന്തിപ്പോൾ പേരിടും, നമുക്കൊരു പേരായിട്ടിടാം, ഫോറസ്റ്റ് ലൈഫ്. അപ്പോൾ ഇന്ന് ഫോറസ്റ്റ് ലൈഫിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് 1. നമുക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യണം, പല ആഗ്രഹങ്ങളുണ്ട്. ഫസ്റ്റ് നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ഷെൽട്ടർ ആദ്യം വേണം. ആ ഷെൽട്ടറാണ് ആദ്യം നമുക്ക് വേണ്ടത്. ആ മൈൻക്രാഫ്റ്റ് ഇതാവട്ടെ, ഇത് ഷെൽട്ടർ ഇടാനും നോക്കുന്നുണ്ട് കേട്ടോ. അറിയില്ല, ഇത് മൊബൈൽ ചിലപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ആവില്ല, കാരണം ഷെയ്ഡറക്കാം. എന്നാലും ശ്രമിച്ചു നോക്കാം. ചിലതിലൊക്കെ ഷെയ്ഡർ സപ്പോർട്ട് ആവലുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് വീടെടുക്കാനില്ല, ഷെൽട്ടർ ഉണ്ടാക്കാനില്ല. നമുക്ക് ഇപ്പോഴത്തെ കുറച്ചൊക്കെ പോയിട്ട് നമുക്ക് ആദ്യം ഒരു വില്ലേജ് അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോൾ കുറച്ചൊക്കെ കൊണ്ട് പോവാം. ഇപ്പം നമ്മളൊരു വില്ലേജ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇവിടെ അവിടെ സോംബി അവിടെ വണ്ടിക്കോ സോംബി. ഇതെന്തൊക്കെയാടോ, ബത്തൊക്കെ ഏതൊക്കെ എന്തെങ്കിലുമൊക്കെ നിർത്തി തിന്നാലോ, ഫുഡ് ഉണ്ടാവില്ല നമുക്ക്. വെള്ളിമ പിടിച്ചെങ്കിലും നമുക്ക് കയറാം. സോംബി കയറിയുണ്ട്. ഇവിടുന്ന് മേമണ്ട ഇവിടുന്ന് ചാടിയാണ്ട് എത്തൂലേ കയറാം. അപ്പോൾ നമുക്ക് നേരെ നമുക്കൊരു വില്ലേജ് എത്തിയിട്ട് നമുക്ക് കാണാം. ഹലോ സുഹൃത്തുക്കൾ, അപ്പോൾ നമ്മളിന്ന് മിക്കവാറും നമുക്കൊരു വില്ലേജ് കിട്ടലുണ്ടാവില്ല മിക്കവാറും. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി നമുക്ക് ഇവിടെ എന്തെങ്കിലും സേവ് ചെയ്യാനുള്ള വല്ലതും ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഈ മരം ഒന്ന് ഫുള്ളായിട്ട് വെട്ടിക്കാം, ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം, പിന്നെ ഒരു കോടാലും ഇതൊക്കെയാണ്. ഇത് മരം ഫുള്ള് വെട്ടണം. അപ്പോൾ മരം ഫുള്ള് വെട്ടിയിട്ട് കാണാം. നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ഫസ്റ്റ് ഒരു ഓക്ക് ഉണ്ടാക്കാം. ലോകല്ല ഞാൻ തോന്നുന്നത് അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് പിന്നെ നമുക്കുള്ള മരം ഫുള്ള് വെട്ടാം. എന്നിട്ട് മരം വെട്ടാം. മിക്കവാറും മരം വെട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ല, നോക്കാം. മരം വെട്ടുണ്ടാക്കി നമുക്കിപ്പോൾ ഇനി വില്ലേജ് തപ്പി വല്ലതും പോവാം. അല്ല ഇനിയിപ്പോൾ വില്ലേജ് തപ്പിയാൽ നമുക്ക് വേറെ പണിയില്ല. നമുക്ക് ഇനി വില്ലേജ് ആദ്യം തപ്പിയെടുക്കണം. ഒരു വില്ലേജ്, അതാണ് നമ്മളുടെ ലക്ഷ്യം. വില്ലേജ് കണ്ടുപിടിച്ചാന്നുള്ള കുറച്ച് പാടുപെട്ട പണിയാണ്. ഇതിൽ അങ്ങനെകളൊക്കെ പോയേക്കാം. നമുക്ക് സ്ട്രൈറ്റ് നേരെ പോയേക്കാം. ഇതൊക്കെ സാധനം തേനല്ലേ. അപ്പം ഇതെന്തായാലും ഹോൾഡ് ആൻഡ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് മൈൻക്രാഫ്റ്റ് ഡിറ്റക്ട് ചെയ്തതാണ്. റിമൂവ് ചെയ്തതിൻ്റെ റിസ്റ്റാർട്ട് പ്ലേ ആണ്. അപ്പോൾ ഇതെന്ത് ഇവിടെ കാണിച്ചതൊക്കെ ഉണ്ട്. റെസിപ്പി അൺലോക്കിങ് ഉണ്ടാവും, എനിക്കറിയില്ല. അപ്പം നമ്മൾ ഒരു വില്ലേജ് തപ്പി പോവാം, അതാണ് നമ്മുടെ ലക്ഷ്യം, വില്ലേജ്. ഇവിടെ മറ്റേ നെതർ ബോർഡിൽ ഫുള്ളാക്കാൻ കേട്ടോ. നമ്മളെ മറ്റേ ഗോൾഡ് ഉണ്ട്, ആ ഗോൾഡ് എടുക്കണം. ആ ഗോൾഡ് എടുക്കണമെങ്കിൽ നിങ്ങളെന്തെങ്കിലും കാണും. ഇവിടെ നമുക്കൊരു ലൂട്ട് ബോക്സ് വല്ലതും ഉണ്ടോ അറിയില്ല. അവിടെ ഒരു ചെസ്റ്റ് ഉണ്ട് കേട്ടോ. ചെസ്റ്റിൽ എന്തെങ്കിലും ബഗലുണ്ടോ? ആർമർ, ചെസ്റ്റും ഹെൽമെറ്റും പിന്നെ കുറച്ച് ഗോൾഡിൻ്റെ പിടിച്ചും ഒക്കെ മതി. പിന്നെ ചെറുപോം അങ്ങനെ ഓരോന്നാണ് ഇവിടെ വെക്കാം. നമുക്ക് ആവശ്യം ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ട് വെക്കാം. പിന്നെ ആ ഗോൾഡ് എടുക്കാൻ വേണ്ടി വരണം ഒരിട്ടം. ഗോൾഡ് എടുക്കാൻ വരണം. പിന്നെ അതേപോലെ തന്നെ ഗോൾഡ് എടുത്തിട്ട് അത് നമുക്ക് ഈ ആർമർ ഒന്നിട്ടോ. ഒന്ന് അൺബ്രേക്കിംഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെ പോയിട്ട് ഇപ്പോഴൊക്കെ ഉണ്ടല്ലോ അവിടെ വില്ലേജുള്ളൊക്കെ ഒരു മാറി. അവിടെ വില്ലേജ് കിട്ടിയാൽ നമുക്ക് ലാഭമാണ്, ഭാഗ്യമാണ്. നമുക്ക് ഷെൽട്ടറിൻ്റെ ആവശ്യം. അവിടെ വില്ലേജ് ഉണ്ട്. നമ്മളിവിടെ വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു വീട് തപ്പിയിട്ട് ഒരു ബെഡുള്ളൊരു വീട് വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ വീട് എടുക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഷെൽട്ടർ എടുക്കാമെന്നാണ്. നമുക്കിപ്പോൾ ഇതിൽ ലോഡ് ബോക്സൊക്കെ ആദ്യം ക്ലിയർ ചെയ്യാം. നമുക്കിപ്പോൾ ഈ വില്ലേജ് ആദ്യം വില്ലേജിൻ്റെ അടുത്ത് തന്നെ നമ്മളെ വീട് ഉണ്ടാക്കുന്നത്. ആ വീട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വില്ലേജേഴ്സിനെ ഒപ്പിച്ച് നമുക്ക് ഇതുണ്ടാക്കാം. വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ട്രേഡിങ് ഹാളൊക്കെ ഉണ്ടാക്കാം. ഞാൻ ഷെയ്ഡർ ഇടുന്നുണ്ടോ? 2 ഷെയ്ഡർ ഇട്ടിട്ടുണ്ട്, ഒരു മാർക്കാണില്ല, സപ്പോർട്ടാണില്ല. എനിക്കറിയില്ല എന്താന്ന്, വേറെ എന്താണെന്ന് എനിക്കറിയില്ല. നോക്കട്ടെ. ഷെയ്ഡർ സപ്പോർട്ടാണില്ല കേട്ടോ. നമുക്ക് ഇവിടെ ഇതുണ്ടല്ലോ, അതിൻ്റെ അടിക്കൊക്കെ പോയല്ല
മറ്റേ ഈ സാധനത്തിൻ്റെ പേര് ഓർമ്മയില്ല. അതിൽ നമുക്ക് ഡയമണ്ട് കുറേ ഉണ്ടാവും. നമുക്ക് ആദ്യം അങ്ങോട്ട് പോകണം. ആദ്യം നമുക്ക് കുറച്ച് നമ്മൾ ആർമറും അയൺ ആർമർ ഒക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് കണ്ടു പോകാണ്ട് ഒക്കെ റെഡിയാണോ? നമുക്ക് ഈ വീടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതാക്കി നമുക്ക് ഇവിടെ ഇങ്ങനെ ഫുൾ ചെസ്റ്റുകൾ വെക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെസ്റ്റുകൾ വെക്കണം. പിന്നെ ഇവിടെ നമ്മൾ ബാൽക്കണിയാണ് അതിനുള്ളൂ. നമുക്ക് രണ്ടട്ടിയാണെങ്കിലും ടെക്കർ, ബട്ട് നമുക്കിത് മതി. ഇവിടെ 2 ലൂട്ട് ബോക്സ് അങ്ങനെ ചെസ്റ്റ് വേണം. ചെസ്റ്റ് ഉണ്ടാക്കാനുള്ളതൊന്നും നമ്മളടുത്തില്ല. ആ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇവിടെ ആക്കാം. പിന്നെ കാർപ്പറ്റൊന്നും ഊരിയതുണ്ട്. നമുക്ക് കുറേ ഇതുണ്ടാകും. മറ്റേ ആക്സ് ആർമേഴ്സ് അല്ല, പിന്നെ ആക്സ് സോഡ് അങ്ങനെ ഒരു ഉണ്ടാക്കണം. മാക്സ് ആണ് ഇനി അടുത്തത്. ഇനി സോഡും മാക്സ് ഒക്കെ ഉണ്ട്. ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ്, ഫസ്റ്റ് എപ്പിസോഡ്. പിന്നെ ഇവിടെ നമുക്ക് ഇനി ഇതുണ്ടാക്കാം, ഷവലുണ്ടാക്കാൻ പറ്റും. നമുക്ക് ഷവലിൻ്റെ ആവശ്യമില്ല. ഷവലിന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉണ്ടാക്കാൻ വെച്ചിട്ട്. ഇനിയിപ്പോൾ നമ്മളിവിടുത്തെ നമുക്ക് ഇതൊക്കെ ഫുള്ള് വരണ്ടെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഫാമും എല്ലാം ഉണ്ടായാൽ മതി. ഇത് ചെറിയ സ്മോൾ വില്ലേജ് ആട്ടോ, ചെറിയ വില്ലേജാണ്, വെരി സ്മോൾ, ഒന്നുമില്ല. ഇവിടെ നമ്മൾ റീസ്പോൺ പോയിൻറ്റ് സെറ്റ് ആയിട്ടോ. പക്ഷേ റീസ്പോൺ പോയിൻറ്റ് സെറ്റ് ആവണില്ല. ഇതാണ് തണ്ടർസ്റ്റോം മുകളിൽ സ്വീപ്പ് എന്നാണ് കാണിക്കുന്നത്. റീസ്പോൺ പോയിൻറ്റ് സെറ്റ് ചെയ്ത് ടൈം ഉണ്ടാവും. നമുക്കിനി റീസ്പോൺ പോയിൻറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ ഓരോ പെരിയിലൊന്ന് കയറാം. ഈ പെരിയിൽ ഒരു തേങ്ങയില്ല, ഒരു ബെഡ് മാത്രമുണ്ട്. നമുക്ക് ഈ ബെഡിലൊക്കെ റീസ്പോൺ പോയിൻറ്റ് സെറ്റ് ചെയ്യാം. ഇനി ഇതാക്കണം ഒരു വില്ലേജ് ഒക്കെ ഇവിടെ ഫാർമേഴ്സ് കേട്ടോ. ഇവിടെ നമുക്കൊന്നുമില്ല. ഇവിടെ നമുക്ക് റീസ്പോൺ പോയിൻറ്റ് സെറ്റ് ചെയ്യാം. ഇനി അടുത്തത് ഈ വീട്ടിൽ ചിലപ്പം അതിൽ ഇതുണ്ട് കേട്ടോ, കുറച്ച് പൊട്ടാറ്റും മറ്റേ ലാപ്പീസും ആപ്പിളും കുറച്ച് കിട്ടി. അതുതന്നെ ഉള്ളൂ ഇവിടുന്ന് കിട്ടിയത്. പിന്നെ നമുക്കിപ്പം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം. വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത വീട്ടിൽ പോകാം. എനിക്ക് തോന്നുകയാണെങ്കിൽ 2 ഡോറുള്ള വീട്ടിലേക്ക് ലൂട്ട് ബോക്സ് ഉണ്ട്. അങ്ങനെയാണ്. കുറച്ച് എമറാൾഡ് കിട്ടിയിട്ടുണ്ട്. 3 എമറാൾഡ്, 5. ഇനി നമുക്ക് 5 എമറാൾഡ് ഉണ്ട്. നമുക്ക് ഈ ചെസ്റ്റ് ഒന്ന് ആദ്യം നമ്മൾ വെക്കാം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെസ്റ്റ് വെക്കാനില്ല കേട്ടോ. ഇവിടുന്ന് ഫുള്ള് ക്ലൈം ചെയ്യണം, എന്നിട്ട് ഇവിടെ നമ്മൾ കയറി ഈ ചെസ്റ്റ് നമുക്ക് വേണം. ഈ ചെസ്റ്റ് എടുത്തിട്ട് നമ്മളെ വീട്ടിലുണ്ടാക്കണം. അതിന് ബാക്കിയുള്ള വരിയിലൊന്നും കാണില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എന്നാലും നോക്കാം. ഇനി നമുക്ക് ഇവിടെ ഫുള്ള് ക്ലൈം ചെയ്ത് നമ്മളെ വീടൊക്കെ സെറ്റാക്കിയിട്ട് കാണാം. നമ്മൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഷെൽട്ടർ ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഫാമെല്ലാം നമ്മളിവിടെ വേറെ സ്ഥലം നോക്കിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ആദ്യം ക്ലീൻ ആക്കണേ, മരമൊക്കെ മുറിച്ചിക്കാണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇവിടുത്തെ ഈ മരം ഒന്ന് ഫുള്ളാക്കി വെച്ചിരിക്കണേ. അതൊക്കെ അടുത്തൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലേക്കാരും. വീഡിയോ അല്ലെങ്കിൽ അത്യാവശ്യം ലോങ് ഉണ്ട്. പിന്നെ ടൈം ലാപ്സൊക്കെ കണ്ടേക്കാരും കുറച്ച് കുറവാവല് മിക്കവാറും.
പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് അടുത്തതിൽ നമുക്ക് ഫുൾ അയൺ ആർമറാകും. അതിനുള്ള ഐറ്റംസ് ഫുള്ള് ഞാൻ കുഴിച്ച് റെഡിയാക്കും. അത് അടുത്ത വീഡിയോയിലായിരിക്കും. ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും എന്നാലും നോക്കാനായി. എന്നിട്ട് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ മറ്റേ എന്തൊരു സാധനം മറ്റേ എമറാൾഡ് വെച്ച് അതിൻ്റെ മുകളിൽ സാധനം വെക്കും. ആ സാധനത്തിൽ പേര് നമ്മൾ പറഞ്ഞാൽ എന്തിന് കറങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. അത് വേണം. പിന്നെ ഇതൊക്കെ നമ്മളിവിടെ നമ്മളെ വീടുണ്ടാക്കുന്ന സാധനമൊക്കെ ഉണ്ട്. ചെസ്റ്റ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു ചെസ്റ്റ് നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ വീടുണ്ടാക്കുന്ന സാധനങ്ങൾ എല്ലാം വലിയൊരു താങ്ങിയില്ല, ഇനി വെക്കണം. ഇന്നുണ്ട്, അത് മിക്കവാറും അടുത്ത വീഡിയോയിലായിരിക്കും. എനിക്കറിയില്ല. എന്നാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണമെന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇവിടെ ഈ വീഡിയോയിലൊന്നുമില്ല. നമുക്ക് കുറച്ച് സ്റ്റിക്സ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് കുറേ അത് ആക്സും ഷവലും മറ്റേതൊക്കെ പൊട്ടാനായിക്കണേ അതൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റൊക്കെ ചെയ്യാം. പിന്നെ നീ മിക്കവാറും ഉൾപ്പെടുത്തണം. അടുത്ത വീഡിയോ കുറച്ചും കൂടി ലോങ് ആയിക്കോളും. നമ്മളെ കുറേ റിസോഴ്സ് ചെയ്തിട്ടേക്ക് വരുമ്പോൾ അടുത്ത വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ എത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.